നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. KPCC അധ്യക്ഷനാവാൻ കൂട്ടയടിയാണ് ഇപ്പോഴും കോൺഗ്രസിൽ നടക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എല്ലാം ഉറപ്പിച്ചു എന്ന മട്ടിൽ പലരോടും പ്രതികരിക്കുന്നു. ബെന്നി ബെഹനാനും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. KC വേണുഗോപാലിന്റെ വലംകൈയായ മാത്യു കുഴൽനാടനും താൻ അധ്യക്ഷനായി എന്ന മട്ടിലാണ് നടപ്പ്. കോൺഗ്രസ് സംഘടനയ്ക്ക് അടിയന്തരമായി ഒരു നാഥനുണ്ടാവേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇക്കാര്യത്തിൽ UDF മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളൊക്കെ അതൃപ്തി വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കാത്തതാണ് UDF യോഗങ്ങൾ ചേരുന്നതിന് പ്രധാന തടസ്സമായി ഉയർത്തിക്കാട്ടുന്നത്. പാർട്ടിയിലോ ഒരു ഏകോപനമില്ല, മുന്നണിയിലും ഏകോപനമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് ഒരു പദവി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാരായിട്ടുള്ളവർ മത്സരിക്കേണ്ട എന്ന തീരുമാനം KC വേണുഗോപാലും കൂടി ചേർന്നാണ് കൈക്കൊണ്ടത് എന്നും ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷ പദവി തീരുമാനിക്കപ്പെടുന്നത്. പലപ്പോഴും മുഖ്യമന്ത്രി പദവും അത്തരത്തിൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ വീതം വയ്ക്കപ്പെടുന്നു. എന്നാൽ ഇക്കുറി സതീശന്റെ വരവ് മറ്റ് ചില സമവാക്യങ്ങൾ തിരുത്തി കുറിക്കാൻ കാരണമായി. സമൂഹമാധ്യമ ഇടപെടലുകൾ, മറുവശത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉയർന്ന ആരവം. ഇതിനൊക്കെ നേരെ ചെവി പൊത്താൻ ഡൽഹിയിലുള്ള ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ല. ആരാവണം KPCC അധ്യക്ഷൻ എന്ന ചർച്ചകൾ മുറുകവെ പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ള ഒരു പേരുണ്ട്, ജോസഫ് വാഴക്കൻ. വ്യക്തിപരമായി എനിക്ക് ജോസഫ് വാഴക്കനോട് വലിയ സ്നേഹബഹുമാനങ്ങളുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരാൾക്ക് ഒരു പദവി എന്ന തീരുമാനത്തിലെത്തിയാൽ നറുക്കു വീഴുക വാഴക്കന് തന്നെ. എന്നാൽ അതിനെ തടയിടാൻ ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ മുച്ചൂടും ശ്രമിക്കുന്നു. സാധാരണ പെട്ടിയെടുപ്പുകാർക്ക് മാത്രമേ വളഞ്ഞ വഴിയിലൂടെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയൂ. ഒരു വശത്ത് ഗ്രൂപ്പിൻ്റെ നേതാവായി KC വേണുഗോപാൽ നിൽക്കുന്നു, മറുവശത്ത് രമേശ് ചെന്നിത്തല. കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനും സ്വാധീന ശക്തിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒട്ടും പിന്നിലല്ല. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേർക്കും സ്വീകാര്യനായ ഒരാൾ KPCC അധ്യക്ഷനാകുന്നുവെങ്കിൽ അത് ജോസഫ് വാഴക്കൻ തന്നെ. ഇനി അതല്ല, KC വേണുഗോപാലിന്റെ താല്പര്യത്തിനാണ് മുൻഗണന നൽകുന്നത് എങ്കിൽ മാത്യു കുഴൽനാടനെ പോലെയുള്ളവർ ആ സ്ഥാനത്ത് കയറിയിരിക്കും. KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് KCയോടൊരു പക്ഷേ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമൊക്കെ ഒരു സഹതാപം ഉണ്ടാകാം. ഈ സഹതാപം മുതലെടുത്ത് ആരെയെങ്കിലും KPCC അധ്യക്ഷ സ്ഥാനത്ത് വാഴിക്കാൻ KC ശ്രമിക്കുമോ? ജനങ്ങളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ നല്ല കയ്യടി വാങ്ങണമെങ്കിൽ പഴയ ഒരാൾക്കൊരു പദവി എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. KPCC അധ്യക്ഷ സ്ഥാനത്തിന് എന്തുകൊണ്ടും അനുയോജ്യനാണ് ജോസഫ് വാഴക്കൻ. ഇക്കാര്യത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. മുൻപൊക്കെ മുഖ്യമന്ത്രിയായി K കരുണാകരൻ നിൽക്കുമ്പോൾ മറുവശത്ത് ഉമ്മൻചാണ്ടിയോ AK ആൻ്റണിയോ മുഖ്യമന്ത്രിയാകുമ്പോഴും ഈ ഇരു ഗ്രൂപ്പ് നേതാക്കൾക്കും കേരളത്തിലെ സാധാരണ പ്രവർത്തകരുമായും പ്രാദേശിക നേതാക്കളുമായും വലിയ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നു. കേരളത്തിൽ പുതുതായി വളർന്നു വന്നിരിക്കുന്ന പുതുനിര നേതാക്കളുടെ കാര്യമെടുത്താൽ, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ കാര്യമെടുത്താൽ, ഇരുവരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിലയിരുത്തുമ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം കയ്യടി വാങ്ങുന്ന നേതാക്കൾ തന്നെയാണ്. എന്നാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുമായി വലിയ ആത്മബന്ധമൊന്നും ഇവർ സൂക്ഷിക്കാറില്ല. ഒരു വരേണ്യവർഗത്തിൻ്റെ പ്രതീകമെന്നോണമാണ് മാത്യു കുഴൽനാടിൻ്റെ പല ഇടപാടുകളും. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്രാപ്യനായ ഒരു നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ അത് പാർട്ടിയെ ജനങ്ങളിൽ നിന്നകറ്റും. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെയാണ് ജോസഫ് വാഴക്കൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ജോസഫ് വാഴക്കൻ്റെ ശരീരപ്രകൃതിയൊക്കെ കാണുമ്പോൾ ആളുകൾ ഒരുപക്ഷെ സംശയിച്ചേക്കാം, ഇദ്ദേഹം ഇത്തിരി ഈഗോയിസ്റ്റിക് ആണോ എന്ന്. എന്നാൽ ജോസഫ് വാഴക്കൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും വളരെ ശാന്തമാണ്, ഒപ്പം പക്വതയാർന്നതും. കഴിഞ്ഞ 50 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു അഴിമതിക്കാരൻ എന്ന പേര് കേൾപ്പിച്ചിട്ടില്ല. മറുവശത്ത് അധികാര കേന്ദ്രങ്ങളോട് ഒട്ടിനിന്ന് വലിയ അധികാരാർത്ഥിയും അദ്ദേഹം കാട്ടിയില്ല. ഏറ്റവും മഹത്വമുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ അടുത്ത കാലത്ത് കണ്ടു. ഏറ്റുമാനൂർ നിയമസഭാ സീറ്റ് അദ്ദേഹത്തിനാണ് എന്ന് പാർട്ടി നേതാക്കൾ ഒന്നടങ്കം അദ്ദേഹത്തിനോട് സൂചന നൽകി. തുടർന്നാണ് ഫ്ലെക്സും ബോർഡുകളുമൊക്കെയായി അദ്ദേഹം ഏറ്റുമാനൂരിലേക്ക് മത്സരിക്കാൻ ചെന്നത്. ഫ്ലെക്സുകളും ബോർഡുകളുമൊക്കെ അച്ചടിച്ച് അവിടെ എത്തി മത്സരിക്കാനൊരുങ്ങുമ്പോൾ ഡൽഹിയിൽ ചില വെട്ടിനിർത്തലുകൾ. അപ്രതീക്ഷിതമായി വാഴക്കൻ്റെ പേര് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം പാർട്ടിയോട് കലഹിച്ചില്ല. വ്യക്തിപരമായി ആ സങ്കടങ്ങളൊക്കെ അദ്ദേഹം ഉള്ളിലൊതുക്കി. വളരെ അടുപ്പക്കാരോട് പറഞ്ഞു പാർട്ടിയിൽ താൻ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായി തുടരും.
ജോസഫ് വാഴക്കൻ എന്ന നേതാവ് മറ്റൊരു തരത്തിലും മറുതലിക്കാത്തതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിമത ശബ്ദങ്ങൾ കോൺഗ്രസിൽ നിന്ന് നമ്മൾ കേൾക്കാതിരുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ ഉറപ്പിച്ചു എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ പല ക്യാമ്പയിനുകളും നടത്തുന്ന കൊടിക്കുന്നിൽ സുരേഷുമാർ പല അംഗീകാരങ്ങളും ഇതിനകം തന്നെ പാർട്ടിയിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ വലിയ അംഗീകാരങ്ങളൊന്നും ഇതുവരെ ജോസഫ് വാഴക്കനെ തേടിയെത്തിയിട്ടില്ല. ഒറ്റയ്ക്കെടുത്താൽ ഓരോ നേതാക്കളും മികവുറ്റവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്ന ബെന്നി ബെഹനാനും മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലുമൊക്കെ മികവുറ്റവർ തന്നെയാണ്. പക്ഷേ ഒരു പാർട്ടിയെ ഏകോപനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, മറ്റ് ഘടകകക്ഷികളെ ചേർത്ത് പിടിക്കണമെങ്കിൽ അതിന് വിശാലമായി കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് കടന്നു വരണം. അവിടെ ഏറെ പ്രാമുഖ്യമുള്ള ഒരു നേതാവ് ജോസഫ് വാഴക്കനാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കേരളത്തിൽ KPCC അധ്യക്ഷൻ ആരാകണം എന്നതിൽ ഒരൊറ്റ തീരുമാനത്തിൽ മാത്രം വിധേയമായിരിക്കും. സാക്ഷാൽ KC വേണുഗോപാലിൻ്റെ. MP-മാരായി വിലസുന്നവരും MLA-മാരായി തുടരുന്നവർക്കുമൊക്കെ KPCC അധ്യക്ഷനാകണമെന്ന മോഹം. ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല ആൻ്റണിയും. ഷാഫി പറമ്പിലിന് ചില പരിമിതികളുണ്ട്. വടക്കൻ മലബാറിൽ നിന്നുള്ള ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നാൽ മധ്യ തിരുവിതാംകൂറിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. പ്രത്യേകിച്ച് സണ്ണി ജോസഫ് ഒഴിയുന്ന ആ കസേര ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് വരുന്ന ഒരു കോൺഗ്രസ് നേതാവിന് നൽകേണ്ടതുണ്ട് എന്ന പൊതുവികാരം മധ്യ തിരുവിതാംകൂറിൽ ശക്തമാണ്. മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് സാമുദായികമായ ചില പരിമിതികളുമുണ്ട്. അതിലപ്പുറം സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുമായി വലിയ ഇഴയെടുപ്പമില്ല. KC വേണുഗോപാൽ എന്ന ഒറ്റ ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹം മാത്രമാണ് മാത്യു കുഴൽനാടൻ. ഇനി MLA-മാരോ MP-മാരായിട്ടുള്ളവരോ ആണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് എങ്കിൽ സംഘടനാ കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയില്ല. ഒരു വശത്ത് മണ്ഡലം നോക്കണം, മറുവശത്ത് ഡൽഹിയിലേക്ക് കൂടെ പാർലമെൻറ്റ് ചേരുമ്പോൾ യാത്രകൾ നടത്തണം. ഇവിടെ ഇപ്പോൾ ഇന്ദിരാഭവൻ ഒരു നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. അതിനൊരു അറുതി വരുത്തിയേ തീരൂ. കോൺഗ്രസ് സംഘടനയ്ക്ക് 3 വർക്കിംഗ് പ്രസിഡന്റുമാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ ഭരണത്തിലേക്ക് കടന്നതോടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മന്ദഗതിയിലായി. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ AP അനിലിനും PC വിഷ്ണുനാഥിനും മന്ത്രിസ്ഥാനം ലഭിച്ചു. ഇവർ രണ്ടുപേരും KC ക്യാമ്പിൽപ്പെട്ടവർ. മൂന്നാമത്തെ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ MP-യാണ്. അവശ്യഘട്ടങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പോലും എത്താൻ കഴിയൂ. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു M. ലിജു. മന്ത്രിയായതോടെ പാർട്ടി ഓഫീസിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനൊന്നും അദ്ദേഹത്തെയും കിട്ടുന്നില്ല. മുൻനിര നേതാക്കളൊക്കെ മന്ത്രി കസേരയിലേക്കും ഭരണകാര്യങ്ങളിലേക്കും തിരിഞ്ഞു. ചുരുക്കത്തിൽ KPCC ആസ്ഥാനം നാഥനില്ല കളരിയായി തുടരുന്നു. തങ്ങൾക്ക് ലഭിച്ച മഹാഭൂരിപക്ഷത്തിന്റെ ബലത്തിലാണ് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പ്രതികരിക്കുന്നത്. അധികാരത്തിൽ അർമാദിക്കുന്ന ചില മന്ത്രിമാർ വരെ ഇപ്പോൾ കളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. വിഴിഞ്ഞ ഓഹരി വിൽപ്പന, പുതിയ മദ്യനയം, PM ശ്രീ പദ്ധതി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പാർട്ടി കനത്ത പ്രതിരോധമുയർത്തേണ്ട പല സന്ദർഭങ്ങളും മുന്നിൽ വന്നു. എന്നാൽ അവിടെയൊക്കെ നേരിട്ട് കളത്തിലിറങ്ങി പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർബന്ധിതനായി. കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായൊരു രൂപരേഖയുണ്ടാകണമെന്നും KPCC അധ്യക്ഷനെ ഉടനെ തെരഞ്ഞെടുക്കണമെന്നും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ശക്തമായി ആവശ്യപ്പെടുന്നു. ഹൈക്കമാൻഡ് അയക്കുന്ന നിരീക്ഷകരുടെ പരിശോധനയിലൂടെ ഒരു KPCC അധ്യക്ഷനെ കണ്ടെത്തുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന സൂചനകൾ. പിന്നീട് അതിനെക്കുറിച്ച് വിവരമൊന്നുമില്ലാതായി. ഇടക്കാലത്ത് രാഹുൽ ഗാന്ധി വിദേശത്തൊക്കെ ഒന്ന് കറങ്ങാനായി പോയി. മടങ്ങി വന്ന രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഡൽഹിയിലുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനമൊക്കെ ഇപ്പോഴും തൃശങ്കുവിൽ തുടരുന്നു. പല ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വിഭജനം പൂർത്തിയാക്കാനുണ്ട്. ഘടകകക്ഷികളുമായി ബോർഡ് കോർപ്പറേഷൻ വിഭജനം പൂർത്തിയായാൽ മാത്രമേ അതത് സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിയമിക്കാൻ കഴിയൂ. KPCC അധ്യക്ഷനായി ആരെങ്കിലും ഒരു മുഴുവൻ സമയ ചാർജ് എടുക്കാതെ ഇതിലൊന്നും മുന്നോട്ടു പോകാൻ കഴിയില്ല. ചുരുക്കത്തിൽ UDFിൻ്റെ പ്രശ്നങ്ങൾ, ഭരണപരമായ പ്രശ്നങ്ങൾ, ഏകോപനമില്ലായ്മ, തുടക്കത്തിൽ തന്നെ പലതും പിഴയ്ക്കുന്ന കാഴ്ച. ഇവിടെ ഏതെങ്കിലും ഒരു വലിയ നേതാവിൻ്റെ പിന്തുണയിൽ ആരെയെങ്കിലും KPCC അധ്യക്ഷ സ്ഥാനത്ത് തിരികെ കയറ്റിയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമാകും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഏറെ തിളക്കം കൈവരിച്ചു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല ക്യാമ്പും VD സതീശൻ ക്യാമ്പും തമ്മിൽ വലിയ ബന്ധം ഇപ്പോൾ തുടരുന്നു. ഇതിനിടയിലേക്ക് ജോസഫ് വാഴക്കൻ കടന്നു വന്നാൽ ബന്ധങ്ങൾ ഊഷ്മളമാകും. പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച പശ്ചാത്തലമുണ്ട് VD സതീശനും KC വേണുഗോപാലിനുമൊക്കെ. സണ്ണി ജോസഫിന് പകരക്കാരനായി കൊടിക്കുന്നിൽ സുരേഷിനെ എടുക്കണം എന്ന് ചിലർ വാദിക്കുന്നു.
കൊടിക്കുന്നിൽ സുരേഷ് ഇതിനിടയിൽ ശാന്തിഗിരിയിലേക്കും മറ്റു സമുദായ നേതാക്കളുടെ അടുക്കലേക്കുമൊക്കെ ഓടിച്ചെല്ലുന്നു. ഹൈക്കമാൻഡിന് മുന്നിൽ തന്നെ ശുപാർശ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. ക്രിസ്ത്യൻ സമുദായ സംഘടനാ നേതാക്കളെയും ബിഷപ്പുമാരെയുമൊക്കെ നിരന്തരം അദ്ദേഹം കാണുന്നു. കേരളത്തിൽ പ്രാധാന്യമുള്ള മറ്റു പ്രമുഖരെയും കണ്ടു ഓടി നടക്കുകയാണ്. VM സുധീരനെയും AK ആൻ്റണിയുമൊക്കെ അദ്ദേഹം നേരിൽ കണ്ടു. എന്നാൽ ഇത്തരം ക്യാമ്പയിനുകളൊന്നും ജോസഫ് വാഴക്കൻ നടത്തുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി PR ക്യാമ്പയിനുകളില്ല. KPCC അധ്യക്ഷ പദവി തനിക്ക് അർഹിക്കുന്നതാണ് എന്ന ഒറ്റ തീരുമാനം മാത്രമേ വാഴക്കന് മുന്നിലുള്ളൂ. അതിലപ്പുറം വലിയ ക്യാമ്പയിനുകളോ ശുപാർശകളോ ആയി വാഴക്കൻ മുന്നിട്ടിറങ്ങുന്നുമില്ല. ഭരണവും പാർട്ടിയും തമ്മിൽ ഒരുവിധ ഏകോപനവുമില്ലാതെ ഇങ്ങനെ മുന്നോട്ടു പോകുന്നത് കൂടുതൽ അപകടകരമായ സാഹചര്യമൊരുക്കും. സർക്കാരിൻ്റെ വഴിക്ക് എന്ന നിലയിലാണിപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. പാർട്ടിയുടെ വഴിക്ക് പോകട്ടെ എന്ന് ഭരിക്കുന്നവർ കരുതുന്നുണ്ടാകാം. പക്ഷേ അത്തരം കരുതലുകളാണ് പലപ്പോഴും ജനങ്ങളെ ഭരിക്കുന്ന സംവിധാനങ്ങളിൽ നിന്ന് അകറ്റുന്നത്, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അകറ്റുന്നത്. തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്തല്ല, മറിച്ച് ഭരണസിരാ കേന്ദ്രത്തിന് ചുറ്റും ഒരു അവതാരക വൃന്ദം ഇപ്പോൾ ജന്മമെടുത്തിരിക്കുന്നു. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ കാര്യപ്രാപ്തിയുള്ള ഒരു KPCC അധ്യക്ഷനെത്തണം. ഒരാൾക്കൊരു പദവി എന്നത് പാർട്ടിയിൽ നിർബന്ധമാക്കുക എന്ന അടിസ്ഥാന തത്വത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ ജോസഫ് വാഴക്കിന് തന്നെ നറുക്ക് വീഴും. നിലവിൽ MPയോ MLAയോ ആയ ആളുകളെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കരുത് എന്നത് ഒരു വിഭാഗം കർശനമായി ആവശ്യപ്പെടുന്നു. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം മുഴുവൻ സമയം മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു നേതാവ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരട്ടെ. MPയോ MLAയോ ഈ സ്ഥാനങ്ങളൊന്നും നോക്കേണ്ടതില്ല. പാർട്ടിയെ നയിക്കാനുള്ള കഴിവും പ്രവർത്തന പരിചയവും മാത്രം മതി എന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടർ. ഇവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്, തിരികെ കയറ്റൽ. ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ അത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാലിൻ്റെ നോമിനി കടന്നു വരാനിടയാക്കും. KPCC അധ്യക്ഷ സ്ഥാനത്ത് യുവരക്തം വേണം എന്ന തലത്തിൽ വ്യാപകമായ ചില ക്യാമ്പയിനുകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇത് ചിലരുടെ സൂത്രപ്പണിയാണ് എന്ന് കേരളത്തിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ. കേരളത്തിലെ മറ്റൊരു നേതാവിനും ഇല്ലാത്ത അത്രയും ആത്മബന്ധം കോൺഗ്രസ് പ്രവർത്തകരോടും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരോടുമുള്ള ഒരു നേതാവ് തന്നെയാണ് ജോസഫ് വാഴക്കൻ. ഇക്കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കേരളത്തിലെ എല്ലാ മണ്ഡല കമ്മിറ്റികളിലും 1-2 KSU പ്രവർത്തകരെയും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ പേരെടുത്ത് വിളിക്കാനുള്ള ആർജവവും ആത്മബന്ധവും ജോസഫ് വാഴക്കിനുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഇത്രയധികം താഴെത്തട്ടിൽ ഹൃദയബന്ധമുള്ള മറ്റൊരു നേതാവ് ഉണ്ടാകുമോ എന്ന സംശയവും ശക്തം. ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നാൽ എന്നാടാ എന്നൊരു ചോദ്യം, ആ പാല ശൈലിയിലുള്ള ചോദ്യം ചിലരൊക്കെ തെറ്റിദ്ധരിക്കും. അഹങ്കാരമല്ല, മറിച്ച് ആത്മബന്ധമാണ് അത്തരം പ്രയോഗങ്ങൾക്ക് പിന്നിൽ. അല്ലെങ്കിൽ പാലക്കാർ അങ്ങനെയൊക്കെയാണ്, വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല. ഒരു കാര്യം വ്യക്തമാണ്, ആദ്യകാലം മുതൽ I ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവ് തന്നെയായിരുന്നു ജോസഫ് വാഴക്കൻ. കാലാന്തരത്തിൽ I ഗ്രൂപ്പിൽ നിന്ന് തെന്നിമാറിയവർ തന്നെയാണ് ഒരു വശത്ത് രമേശ് ചെന്നിത്തലയും മറുവശത്ത് VD സതീശനും, ഇനി KC വേണുഗോപാലിൻ്റെ കാര്യമെടുത്താലും. എന്നാൽ അവിടെയൊക്കെ അടിയുറച്ച ഒരു I ഗ്രൂപ്പ് നേതാവായും പ്രവർത്തകനായും എന്നും വാഴക്കൻ നിലയുറപ്പിച്ചു. കൂടെയുള്ളവരൊക്കെ കൈവിട്ടപ്പോഴും അദ്ദേഹം പ്രതികരിച്ചില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ തെരഞ്ഞെടുക്കുമോ എന്ന ആശങ്ക ഒരിടത്തും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുമില്ല. ഇനി അദ്ദേഹത്തെ തഴഞ്ഞാൽ പോലും ഒരു ഘട്ടത്തിലും അദ്ദേഹം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല. പാർട്ടിക്കെതിരെ പറയാനോ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കാനോ സാധ്യതയുമില്ല. എന്നാൽ അങ്ങനെ ഒരാളെ തഴഞ്ഞ് വലിച്ചെറിയുന്നത് ജനാധിപത്യമല്ല എന്ന് മാത്രം ഉയർന്ന നേതാക്കൾ മനസ്സിലാക്കുക. ഡൽഹിയിലെ ഹൈക്കമാൻഡിൽ ചരട് വലിക്കാൻ അദ്ദേഹത്തിന് പിടിയാളുകൾ ഉണ്ടാവില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചു. വാഴക്കൻ കോൺഗ്രസ് പാർട്ടിയെ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകർ ആ പാർട്ടിയിലുണ്ട്. ജോസഫ് വാഴക്കനുമായി സംസാരിക്കുമ്പോൾ നമുക്ക് പോലും തോന്നാം ഒരു നിഷ്കളങ്കനായ വ്യക്തിയാണോ എന്ന്. കാരണം യാതൊരു മുൻവിധികളുമില്ലാതെ അദ്ദേഹം സത്യം അങ്ങ് തുറന്നു പറയും. വാഴക്കനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരുപക്ഷെ ചില പ്രേക്ഷകർക്കെങ്കിലും ഒരു സംശയമുണ്ടാവാം, ഇത് വാഴക്കന് വേണ്ടി ചെയ്ത വീഡിയോ അല്ലേ എന്ന്. തീർച്ചയായിട്ടും ജോസഫ് വാഴക്കന് വേണ്ടി തന്നെ ചെയ്ത വീഡിയോയാണ്. കാരണം എനിക്ക് അദ്ദേഹത്തോട് വലിയ ഹൃദയബന്ധമുണ്ട്. ആത്മബന്ധത്തിന് പിന്നിൽ ഒന്ന് മാത്രം, അദ്ദേഹം ഒരു ശുദ്ധാത്മാവാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഉറക്കെ പറയാൻ ഒരു മടിയുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.